പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് കാലം നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവായ യേശു മിശിഹായുടെ സ്നേഹത്തിലും കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷത്തിലും കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിലും കർത്താവിനോടൊപ്പം തന്നെ പ്രാർത്ഥനയിലായിരിക്കാൻ വേണ്ടിയാണ് ഓരോ നോയമ്പ് കാലം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് മനസ്സിലാക്കണം, നോയമ്പ് കാലത്ത് നമ്മൾ നേടിയെടുക്കാനുള്ളത് വിശുദ്ധിയും അനുഗ്രഹവും കർത്താവായ യേശു മിശിഹായിൽ നിന്നും പ്രാപിക്കണം. നമുക്ക് മനസ്സിലാകണം, കർത്താവായ യേശു മിശിഹ ലോകരക്ഷകനായ ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാ മക്കളെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറ്റി നിന്നുകൊണ്ട് അവരെ സ്നേഹത്തിലും അനുഗ്രഹത്തിലും ചേർത്ത് വെക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെ തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ കാര്യം, ഇവിടെ നമ്മൾ കർത്താവായ യേശു മിശിഹ കർത്താവിൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളണം എന്നാണ്, അത് പൂർണ്ണമാക്കാനുമാണ് കർത്താവായ യേശു മിശിഹ ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കും കർത്താവായ യേശു മിശിഹയുടെ സന്തോഷം? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ലോകരക്ഷകനായ ഈശോ ഭൂമിയിൽ വന്ന് എല്ലാ പാപത്തെയും എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരെയും എല്ലാ ആത്മാക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ കർത്താവായ യേശു മിശിഹായ്ക്ക് സന്തോഷമായി. കാരണം ആദ്യ മനുഷ്യനുണ്ടായ പാപത്തിൽ നിന്നും ഈ കർത്താവായ യേശു മിശിഹ എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് മോചനം നൽകുകയും പിതാവിൻ്റെ മക്കളെന്ന് ആ പഴയ സ്നേഹത്തിൽ നമ്മൾ ചേർത്ത് വെക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പുത്രനായ ഈശോന്റെ സന്തോഷം അത് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കർത്താവിൻ്റെ ത്യാഗവും പിതാവിൻ്റെ ഇഷ്ടവും പൂർത്തിയാക്കിയതുപോലെ നമ്മൾ ഓരോ മനുഷ്യനും പിതാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ഈ ലോകത്തിൽ ആ സന്തോഷം നമ്മുടെ സഹോദരനും സഹോദരിയുമായി എന്നേക്കും നിലനിർത്തണം. പ്രിയമുള്ളവരെ, ഇതാണ് എൻ്റെ കൽപ്പന. ഇതൊരു കൽപ്പനയായിട്ടാണ് കർത്താവായ യേശു മിശിഹ നമുക്ക് നൽകിയത്. ഇത് ഒരു ആജ്ഞയല്ല, ഇതൊരു കൽപ്പനയാണ്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മൾ ചെയ്യണം. കാരണം കർത്താവിൻ്റെ ഇഷ്ടം ഇത് തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഞാൻ നിങ്ങളിൽ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരു വിശുദ്ധ നോയമ്പ് കാലത്ത് ഏറ്റവും അധികം ഒരു വിശ്വാസിൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട ചിന്ത ഇത് തന്നെയാണ്. സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളോടും ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ പിതാവിൻ്റെ മക്കളായി തീരുകയും അതേ സമയത്ത് ഈ പിതാവിൽ നിന്നും അനുഗ്രഹവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മൾ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഈ നോയമ്പ് സമയത്ത് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവവചനം വായിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എൻ്റെ സഹോദരനോടും എൻ്റെ സഹോദരിയോടും അന്നന്ന് ഞാൻ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവായ യേശു മിശിഹായുടെ മുമ്പിൽ ഞാൻ അവരെയും ചേർത്ത് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനാൽ വലിയൊരു സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ, മറ്റു വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ ശത്രുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൽപ്പനയാണ് ഞാൻ പാലിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏക ആശ്വാസം കർത്താവായ യേശു മിശിഹായാണ്. നമ്മുടെ രക്ഷകൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു മിശിഹ മുഖാന്തരമാണ്. അപ്പോൾ ആ കർത്താവായ യേശു മിശിഹാന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന എല്ലാവരെയും സ്നേഹിക്കണം, ആ കൽപ്പനയിൽ നമുക്ക് ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമുക്ക് തീർക്കണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു മിശിഹ നമ്മളെ ആരെയും ദാസനായിട്ടല്ല സഹോദരനായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരുടെയും അടിമയല്ല. നമ്മളെ ദാസനായിട്ട് കർത്താവായ യേശു മിശിഹ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും എൻ്റെ സഹോദരനും സഹോദരികളാണ്. അവരോട് കരുണ കാണിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ചില സമയത്ത് നമ്മൾ അഹങ്കാരികളായി മാറുന്നുണ്ട്. ചില അധികാരങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കി മാറ്റുന്നുണ്ട്. ചില സമയത്ത് നമ്മളോട് സ്നേഹിച്ച വ്യക്തികൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്.
പ്രിയമുള്ളവരെ, ഈ നോയമ്പ് സമയത്ത് എത്രത്തോളം ക്ഷമിക്കാനും എത്രത്തോളം ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ സാധിക്കും, അത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ കർത്തൃസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ചെയ്തത്. കർത്താവായ യേശു മിശിഹായാണ് നമ്മൾ ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്തത്. നമ്മളല്ല കർത്താവിനെ തിരഞ്ഞെടുത്തത്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് വി ആർ ദ ബെസ്റ്റ്. നമ്മൾ നല്ലതായതുകൊണ്ടാണ്, നമ്മളെ അനുഗ്രഹീതരായതുകൊണ്ടാണ്, ഇനിയും കർത്താവിനെ നമ്മളെ അനുഗ്രഹിക്കണം എന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റാവത്തില്ല. ദൈവം തിരഞ്ഞെടുത്തത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. ദൈവം തിരഞ്ഞെടുത്തതെല്ലാം അനുഗ്രഹത്തിലേക്ക് ചേരും. ദൈവം നമുക്ക് സുവിശേഷത്തിൽ നമുക്ക് കാണാം, ഓരോ അത്ഭുതങ്ങളും കർത്താവായ യേശു മിശിഹാ നടത്തുമ്പോൾ എല്ലാം നമ്മളെ എത്തിച്ചേർക്കുന്നത് ഒരു വലിയ വിശ്വാസത്തിലേക്കും ഒരു വലിയ സത്യത്തിലേക്കും ഒരു വലിയ അനുഗ്രഹത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ തിരഞ്ഞെടുത്തത് കർത്താവായ യേശു മിശിഹായാണ്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് എന്നും വിശുദ്ധിയാണ്. ദൈവം തിരഞ്ഞെടുത്തത് എന്നും അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് തോന്നും, എനിക്ക് അനുഗ്രഹമില്ല, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും തകർന്നു പോകുന്നു. ഒരിക്കലുമല്ല. വിശ്വാസത്തിന്റെ കണ്ണിൽ നോക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവായ യേശു മിശിഹാന്റെ അനുഗ്രഹമുണ്ടോ? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്നോടൊപ്പം കർത്താവിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയായാലും, സങ്കടത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും കണ്ണുനീരിൻ്റെ ആയാലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവായ യേശു മിശിഹായെ എന്നോടൊപ്പം ഞാൻ ഓരോ സമയത്ത് കൂട്ടിന് വേണ്ടി ഞാൻ വിളിക്കുന്നുണ്ടോ? ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ശിഷ്യന്മാർ കടലിലേക്ക് പത്രോസ് അവരെ കൊണ്ടുപോയപ്പോൾ അവർ ദൈവത്തിൻ്റെ ആശ്രയം തേടിയില്ല. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു മത്സ്യം ലഭിക്കാതിരുന്നത്. പക്ഷെ സത്യം, ദൈവത്തെ നമ്മൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുകയും എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായെ കൂട്ടുപിടിക്കും, ആ നിമിഷവും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും ഈശ്വര മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് കാലം കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളാണ്. നമ്മൾ ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല. ദൈവത്തിനോട് സ്നേഹത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടും ദുഃഖങ്ങളും കണ്ണുനീരും എല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് അനുഗ്രഹത്തിൻ്റെ നോയമ്പായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.